ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. മഴ തകൃതിയിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയ്ക്ക് ഒരു കുറവുമില്ല. മഴ ഇന്നും നേരം വെളുത്ത് ഇന്നലെ മിനിഞ്ഞാന്ന് ഇത്തിരി വെയിലുണ്ടായിരുന്നു. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനോ തുണികളൊന്ന് കഴുകിയൊക്കെ ഉണക്കിയെടുക്കാനോ ഒന്നിനും പറ്റാത്തൊരു കാലാവസ്ഥയാണ്. ഇത്രയും നാൾ ചൂടെന്ന് വിളിച്ചതിനെന്ത് ഇപ്പം മഴ തണുപ്പ് എന്ന് വിളിക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പം പെരുമഴയായപ്പോൾ എല്ലാവർക്കും അസുഖവും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് തണുപ്പെന്ന് പറയുന്നൊരു കാര്യം, അത് നമ്മൾ ഒത്തിരി തലപൊങ്ങി വരുന്ന സമയമായപ്പോൾ തൊട്ടേ അമ്മ എപ്പോഴും തലയിൽ തോറത്തിട്ടിങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും വീഴാതെ അങ്ങനെ തല പൊതിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു ഇതാണ് എൻ്റെ അമ്മയുടെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു നടക്കുന്ന ഒരാൾക്ക് ഒരു തുള്ളി വെള്ളം തലയിൽ വീഴുമ്പോഴത്തേക്കുള്ള അവസ്ഥ അമ്മക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്. അപ്പം അമ്മ അത്രയും സൂക്ഷിച്ചൊക്കെ നടക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പം തണുപ്പ് ഒട്ടും തട്ടിക്കൂടാ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് എന്നെ അമ്മയ്ക്ക് എന്നും കഫക്കെട്ടും ശ്വാസം മുട്ടും ആശുപത്രിയിൽ കിടന്ന് വന്നു പോയാൽ പിന്നെ ആശുപത്രിയിൽ കിടന്ന് ഇഞ്ചക്ഷൻ എടുത്തേ കുറയുള്ളൂ. ഞാൻ SSLC പരീക്ഷയ്ക്ക് പോലും അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് എൻ്റെ ഓർമ്മ. അത്രയും ഒരിതാണ്. അതിനുശേഷം എന്നാൽ ഇപ്പോഴൊക്കെ അമ്മയ്ക്ക് എന്നാൽ അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു അനുഭവം വന്നിട്ടില്ലായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ വലിയ ഒരു ഓപ്പറേഷനൊക്കെ ഇങ്ങനെ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്ത ഇത് വന്ന് ഒരു ഓപ്പറേഷനൊക്കെ മോളെ പ്രസവവും അമ്മയുടെ ഓപ്പറേഷനും തലയ്ക്കും തേക്കും പിറ്റന്നുമായിട്ട് മോനെ പ്രസവിച്ചത് എൻ്റെ മോള്. അത് ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ, അത് അമ്മ തന്നെ എല്ലാവരും റേഡിയോ കേൾക്കുന്നതിന് ഇപ്പോൾ എല്ലാവരും ഒരു ഇതാണ്, ആരും റേഡിയോ കേൾക്കില്ല. പക്ഷേ അമ്മ എപ്പോഴും റേഡിയോ വെച്ച് തലയ്ക്കിരുന്ന് റേഡിയോ കേൾക്കുന്ന അത് ഒരു ശീലം അമ്മയ്ക്ക് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ഇപ്പോഴും അമ്മ അനിയത്തിയുടെ ഇവിടെ നിന്ന് ഇവിടെ വരികയാണെങ്കിലും അമ്മയുടെ കവറിൽ ആ റേഡിയോ കാണും. റേഡിയോ വെച്ച് അമ്മ എല്ലാം കേൾക്കും എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പണ്ട് നമ്മൾ ഈ TV വരുന്ന സമയത്ത്, TV വരുന്നതിന് മുമ്പായിട്ട് നമ്മളും റേഡിയോ 8 മണിക്ക് നാടകം, അല്ലെങ്കിൽ ഞാൻ 8 മണിക്ക് കണ്ടതും കേട്ടതും, പിന്നെ ഞായറാഴ്ച 1 മണിക്ക് ചലച്ചിത്രഗാനം, അതൊക്കെ കേൾക്കാൻ നമ്മളും എന്ത് ഇതായിട്ട് നമ്മൾ കാത്തിരിക്കുമായിരുന്നെന്നറിയാമോ. ഈ TV വന്നതിന് ശേഷമാണ് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പോകാത്തത്. പക്ഷേ എൻ്റെ അമ്മ ഇപ്പോഴും അതെല്ലാം ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ഡോക്ടർമാർ അസുഖത്തിനെക്കുറിച്ച് പറയുന്നതെല്ലാം ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിച്ചാണ് എൻ്റെ അമ്മയ്ക്ക് ഉള്ള ആ ഒരിത് അമ്മ കണ്ടുപിടിച്ചത്. അമ്മയ്ക്ക് അങ്ങനെ ആ ഡോക്ടർ പറയുന്നത് അമ്മയ്ക്ക് ഒരു സംശയം തോന്നി. അമ്മ ആ ഒരിത് ശ്രദ്ധിച്ച് ഇതാക്കിയത്. അതിനുശേഷം അമ്മയ്ക്കിപ്പം പിന്നെ ഈ കഫക്കെട്ടിൻ്റെ ഇത് ഇപ്പം പെരുമഴ കൂടെ കഫക്കെട്ടിൻ്റെ ഇതും ഇങ്ങനെ വയ്യായികയും കൂടെ പ്രശ്നങ്ങളാണ്. അങ്ങനെ അന്ന് അത് കണ്ടുപിടിച്ച് അമ്മയ്ക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു ഇരിക്കുകയാണ്. എന്താ ചെയ്യാൻ പറ്റും, ഓരോ അനുഭവങ്ങൾ തന്നെയാണല്ലോ. അതുകൊണ്ട് നമ്മൾ പിന്നെ മഴയും നനയും വെയിലും കൊള്ളും. കാര്യം ആ ഒരു ഇതിൽ തന്നെ അമ്മ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കണ്ട് വളർന്നിട്ടുള്ളത്. പക്ഷേ ആ അനുഭവം ആ ഒരു ചിട്ടയിലല്ല നമ്മൾ പോകുന്നത്. കാര്യം ആ ഒരു ചിട്ടയിൽ കൂടി ഒരിക്കലും പോകാൻ പറ്റില്ല. കാര്യം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ട് വളർന്ന ആ ഒരു ചിട്ടയിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്കും അതേ ഇത് ചിലപ്പോൾ പിന്തുടരേണ്ടി വരും. പിന്നെ അസുഖം ദൈവം എപ്പോഴാണ് ആർക്കാണ് വയ്ക്കുന്നത്. ഇപ്പോൾ ഇന്ന് എൻ്റെ ശരീരത്തിൽ എന്തെല്ലാം അസുഖങ്ങളുണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം പരിശോധന കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത്, അയ്യോ ഇങ്ങനെ ഒരു അസുഖം എൻ്റെ ശരീരത്തുണ്ടായിരുന്നു. അതൊക്കെ അതാണ് പറയുന്നത്, ഈ 50 വയസ്സാകുമ്പോൾ എല്ലാ ടെസ്റ്റുകളും ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം തന്നെ ഒരു ക്യാൻസർ, അത് പണ്ട് വളരെ ചുരുക്കം പേരെ ശരീരത്തെ വളരെ ചുരുക്കം പേർക്കേ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഒരു പനി വരുന്നത് പോലെ ഒരുപാട് പേർക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് കൊച്ചുകുട്ടി സഹിതം ഉള്ളവരുടെ ശരീരങ്ങളിൽ ഉള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് പണ്ടെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആഹാരത്തിൻ്റെതോ പണ്ടത്തെ ആഹാരം അങ്ങനെ ആ ഒരു ഇതുകൊണ്ടോ എങ്ങനെയാണോ എന്തോ, എന്തായാലും
ഇപ്പോൾ ഒരുപാട് പേർക്ക് പനി വരുന്നത് പോലെ ഒരുപാട് പേർക്ക്, പിന്നെ ഇപ്പോൾ ചികിത്സ എല്ലാത്തിനും ചികിത്സയുള്ളത് കൊണ്ട് ഒരുപാട് ഇത് അതിൽ കൂടിയൊക്കെ മാറാൻ കഴിയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും വരുന്നത്. നമ്മൾ ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല. ഞാൻ ഇന്ന് വീഡിയോ പറഞ്ഞ് ഇതിലിരിക്കുന്നു, നാളെ നിങ്ങൾ വീണ്ടും ഞാൻ വന്ന് വീഡിയോ ഇട്ടിട്ട് എന്നെ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരേ അനുഭവങ്ങളാണ് ലോകത്ത് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ സത്യമാണ് പറയുന്നത്. കാര്യം കൊച്ചു പിള്ളേരെ പോലും നമ്മൾ ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരേ ഇതാണ് നമ്മൾ നേരം വെളുക്കുന്നതിന്. അതുപോലെ തന്നെ പിന്നെ മഴവെള്ളപ്പാച്ചലിൽ ഒരേ സ്ഥലങ്ങളിൽ ഒരേ ഉണ്ടാകുന്ന ദുഃഖങ്ങളും എന്തെല്ലാമാണ് ഒരേ നേരം വെളുത്ത് കഴിഞ്ഞാൽ വാർത്തയിലായാലും അങ്ങനെയൊക്കെ കാണുന്നത്. പിന്നെ ഒത്തിരി ഡോക്ടർമാരുടെ ഒരേ കുടുംബങ്ങളിലുള്ള ഒരേ കുഞ്ഞുങ്ങൾ അല്ലേ, 1 ആയാലും 10 ആയാലും എല്ലാം. എന്നാലും ഒരു വീട്ടിൽ ഒരു കുഞ്ഞുങ്ങളുള്ള ഒരു ഇത് നമുക്ക് ഏറ്റവും അറിയപ്പെടുന്ന എത്ര പേരുടെ ഇതാണ്. അതൊക്കെ എങ്ങനെ സഹിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. ഭഗവാനെ, എല്ലാം ഒരു മായ തന്നെയാണ്. എല്ലാം ഒരു മായ തന്നെയാണ്. അതുപോലെ നമ്മുടെ കെടുതിയിൽ നമുക്ക് മുമ്പുണ്ടായ പ്രളയത്തിൽ എന്തുമാത്രം കുടുംബങ്ങളാണ് അങ്ങനെയൊക്കെ ഉള്ളത്. അതുപോലെ മഴവെള്ളപ്പാച്ചിലും ആ ഒരിതിലും, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറോണ വന്നു. എന്തുമാത്രം കൊറോണയുടെ രൂപത്തിൽ വന്ന് എത്ര പേരുടെ ജീവൻ പൊലിഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ട് ആ കൊറോണയുടെ ഇതിൽ വന്ന് എത്രയോ വർഷം ജീവിച്ച് നല്ല ഇതായിട്ട് ജീവിച്ചിരിക്കേണ്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട അനിയൻ, എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ. ഭഗവാനെ, ആ അനിയൻ മരണപ്പെട്ടു. ഇന്നും അനിയൻ്റെ ഭാര്യ അത് ഓർത്ത് കാര്യം കണ്ണിരിക്കുമ്പം കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് പറയുന്ന കണക്ക് അവളുടെ ഓരോ ഇതിലും അവൾ ആ ഒരു ഓർമ്മയിൽ നമുക്ക് കാണുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അത്രയ്ക്കുള്ള പ്രായമേ ഉള്ളൂ. ചെറുപ്രായത്തിലേ തന്നെ ആ കുഞ്ഞുങ്ങളുടെ അവർക്ക് ജീവിതത്തിന് ഉള്ള ഒരു അനിയൻ്റെ മക്കളുടെ ഒരു കല്യാണമൊക്കെ കണ്ട് അങ്ങനെയൊക്കെ എത്രയോ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു മഹാമാരി വന്ന് അനിയനെ തട്ടിയെടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഒരുപാട് ദുഃഖങ്ങൾ ഓരോരുത്തർക്കും ഒരേ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെയും ഈ പെരുമഴയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ഒരു വിഷമം. ഭഗവാൻ ഒന്നും വരുത്തല്ലേ ദൈവമേ, അങ്ങനെ തോന്നാറുണ്ട് നമുക്ക് എല്ലാവർക്കും. നമ്മുടെ കുടുംബത്തിലും ഉണ്ട്. എൻ്റെ ആങ്ങള മരണപ്പെട്ടു പോയി. അത് എൻ്റെ ആങ്ങളയ്ക്ക് 2 മക്കളാണ്. അതിലൊരു മോൻ കല്യാണം കഴിച്ചു. ആങ്ങള മരിക്കുമ്പോൾ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ലായിരുന്നു. അതുപോലെ എല്ലാ ഒരു എല്ലാം ഒരു സ്വപ്നം പോലെ അങ്ങ് മറഞ്ഞു പോവുകയാണ് എല്ലാം. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അല്ലേ. ഈ പെരുമഴയും തണുപ്പും എല്ലാം എൻ്റെ കുട്ടൂസും മോനും അച്ചാച്ചനും തമ്മിലുള്ള ഇതാണ് അവിടെ നടക്കുന്നത്. മോള് പഠിക്കാൻ പോയി. എന്ത് ചെയ്യും, അങ്ങനത്തെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കുട്ടൂസ് മോൻ രാവിലെ തൊട്ടേ ഇരുന്ന് TV കാണണം. കുട്ടൂസ് മോൻ ഒരു ചാനലിട്ട് കണ്ടുകൊണ്ടിരിക്കും. അച്ചാച്ചൻ ചെന്ന് ചാനലിൻ്റെ ഇത് ഓഫ് ചെയ്തിട്ട് റിമോട്ട് മാറ്റിയും വയ്ക്കും. അങ്ങനെയാണ് കുട്ടൂസ് മോൻ കിടന്ന് ഇങ്ങനെ അലയ്ക്കുന്നത്. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ആദ്യം തന്നെ ചോറ് വെച്ചു. ഹായ് ഗെയ്സ്, അപ്പം നിങ്ങളെ സ്ഥലത്തും പെരുമഴയൊക്കെ തന്നെ എൻ്റെ കുട്ടൂസ് മോൻ ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. കുട്ടൂസ് മോൻ ഇന്ന് 2 മണിക്ക് പഠിക്കാൻ പോയാൽ മതി. കുട്ടൂസ് മോന് രാവിലെ കിഞ്ചാൻ്റെ TV ഇട്ടപ്പോഴത്തേക്ക് അച്ചാച്ചൻ വന്ന് ഓഫ് ചെയ്തു. ആ ഒരു ചാനലേ കാണുള്ളൂ. അങ്ങനെ അത് ഓഫ് ചെയ്ത് ഇന്നലെയൊക്കെ മാറ്റി കണ്ട് ഇന്ന് രാവിലെ അതിട്ടപ്പം അച്ചാച്ചൻ വന്ന് ഓഫ് ചെയ്ത് റിമോട്ട് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ കുട്ടൂസ് ഇവിടെ കയറിച്ചിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
മഴ രാവിലെ തുടങ്ങി. മോള് രാവിലെ പഠിക്കാൻ പോയി. ഞാൻ ഒത്തിരി എക്സർസൈസൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ചില ദിവസങ്ങളിൽ പറ്റാറില്ല. സ്ഥിരമായിട്ട് നമുക്ക് ചെയ്തെങ്കിലേ ആ കാലും കൈയും ഒക്കെ ഒരു വഴക്കം വരുള്ളൂ. രാവിലെ പറ്റാത്ത ദിവസം ഞാൻ വൈകിട്ട് ചെയ്യും. ചിലപ്പം പാട്ടിട്ട് അതിനൊപ്പം ചെയ്യും. അങ്ങനെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ രാവിലെ കൃത്യമായി ചെയ്യുന്ന കുറച്ച് എക്സർസൈസ് ഉണ്ട്, ഞരമ്പിനൊക്കെ ഉള്ള. അത് ചെയ്തേ പറ്റുള്ളൂ. അത് മുടക്കാറേ ഇല്ല. ബാക്കിയുള്ള എക്സർസൈസ് രാവിലെ പറ്റിയില്ലെങ്കിൽ വൈകിട്ടെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത്. വയറൊതുങ്ങാനായിട്ടുള്ള എൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഒരു ഇതെന്ന് പറഞ്ഞാൽ കൊഴുപ്പ് കെട്ടിക്കിടക്കുന്ന വയറിൽ ആ ഒരിതാണ്, ഫാറ്റ് അടിഞ്ഞു കിടക്കുന്ന ആ ഒരിതാണ് ഏറ്റവും വലിയ ഒരിത്. ആ ഫാറ്റിൻ്റെത് കുറയുകയാണെങ്കിൽ ശരീരത്തിൻ്റെ തടി ഒരുപാട് അങ്ങ് മാറും. വയറ്റിൽ ഫാറ്റ് ഒരുപാട്, ആ ഒരു ഇതാണ് എൻ്റെ ഏറ്റവും മെയിൻ പ്രശ്നം, തടിയുടെ. അപ്പോൾ അതൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലും അതും കൂടെ ഒന്ന് ഒതുക്കാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ദോശയും ചമ്മന്തിക്കറിയുമാണ്. കുട്ടൂസ് മോൻ ഒരു മുറിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. കുട്ടൂസ് മോൻ അവൻ്റെ സ്കൂളിൽ ഇതിൽ കളർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അത്രയ്ക്കുള്ള ദിവസമല്ലേ ഉള്ളൂ പഠിക്കാൻ പോകാനായിട്ട്. കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകാറായി. പെരുമഴയാണ്. അത് പണ്ടേ ഉള്ളൊരു ഇതാണല്ലോ കാലാവസ്ഥ അങ്ങനെയാവുന്നത്. അപ്പം പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മോനെ അത് കടേ മോനെ, മോനൊരു പാട്ട് പാടിയേ, നല്ലൊരു പാട്ട് പാടിയേ, നല്ലൊരു പാട്ട് പാടിയേ. അതേ ഉള്ള ആകാശത്തിലെ മുത്തശ്ശി മാത്രമേ ഉള്ള മോനെ, ഒരു അല്ലാത്തൊരു പാട്ട് പാടിയേ. മൂക്കരിഞ്ഞ് കയറുന്ന ആരോ എൻ്റെ കാര്യം പറയുന്നു. അയ്യോ, മൂക്കരിഞ്ഞ് തുമ്മുന്നു. പിന്നെ ഇത് പയറരിഞ്ഞ് വെച്ചിരിക്കുന്നു. അത് നമുക്ക് തോരനങ്ങ് അടുപ്പിൽ വയ്ക്കാം. പിന്നെ മീൻ കണ്ടിച്ച് വെച്ചിരിക്കുന്നു, മീൻ കറി വയ്ക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ഇതാദ്യം തോരനങ്ങ് അടുപ്പിൽ വെച്ചാൽ. നല്ല സൂപ്പർ പയറും ക്യാരറ്റും ഉള്ളിയും കൂടി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. നല്ല ഗുണമുള്ള സാധനമാണ്. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു നല്ല സൂപ്പർ മീൻകറി വയ്ക്കണം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ കുറച്ചൊഴിക്കാം. ഇത് കറിവേപ്പ് തീർന്നു പോയി. കരിവേപ്പിലയില്ല. അതാണ്, കരിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു വിഷമമാണ് എനിക്ക്. കടുകിട്ടു. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറും ഇട്ടു. അതിന് ആവശ്യമായ ഉപ്പ് കൂടി അതിലിട്ടു. എന്നിട്ട് നമുക്കത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം.
ഇനി അതൊന്ന് നമുക്ക് അടച്ചിട്ട് ആവിയിലൊന്ന് വേവട്ടെ. എന്നിട്ട് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം. നമുക്ക് അരപ്പ് അതിലേക്ക് ഇട്ടാലും അപ്പോഴ് നമ്മൾ അരപ്പിട്ട് ഇളക്കിയില്ല, കറണ്ട് പോയി. അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ വളരെ മോശം തന്നെയാണ്. ഇനിയും അടുത്ത മഴ ഇരട്ടി കെട്ടി വരുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കിയാൽ അപ്പോൾ ഓരോന്ന് അരപ്പട്ടി ഇളക്കിയാണ്. ഈ കറണ്ട് പോയി കേട്ടോ. അതാണ് വെട്ടത്തിൻ്റെ നല്ല സൂപ്പർ തോരനാണ് കേട്ടോ. നല്ല പയറും ക്യാരറ്റും ഉള്ളിയും കൂടെ ഉള്ള നല്ല നമുക്ക് ഗുണപ്രദമായ കൊച്ചുങ്ങൾക്ക് കൊടുക്കാനും എല്ലാത്തിനും പറ്റിയ നല്ല സൂപ്പർ തോരനാണ് ഈ കണ്ടത്. ആ തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇറക്കി വയ്ക്കട്ടെ. നമുക്ക് ഇത് നല്ല മീൻകറി വയ്ക്കാനുണ്ട്. ഇനി അതിൻ്റെ ഇതിലേക്കാണ് മിന്നി മിന്നണ തുമ്പി മിന്നണ തൊന്നും പൊന്നല്ല തുമ്പി മിന്നണ തുമ്പി മിന്നണ തൊന്നല്ല തുമ്പി പൊന്നല്ല ലാ നിങ്ങളൊക്കെ എല്ലാവരും ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് എൻ്റെ ഇവിടെ എല്ലാവരും കൂടെ എന്നെ വരക്ക് പറയുന്നൊരു കാര്യമാണ് കേട്ടോ. ഇന്ന് വരെ സീസൺ 6 ആയി. പക്ഷേ എത്ര ഉറക്കമൊഴിഞ്ഞായാലും ഒരു സീസൺ പോലും ഞാൻ കാണാതിരുന്നിട്ടില്ല. ഞാൻ ആദ്യം മുതൽ ഇന്ന് വരെയുള്ള എത്ര
ഇതായിട്ടുള്ള സീസണായാലും എത്ര ഇതായാലും ഞാൻ കാണും. ഞാൻ ഒരു സീരിയൽ കാണാതിരുന്നാലും ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ കാണാതിരിക്കുകയില്ല. ചിലപ്പം പിന്നെ 11 മണിക്കുള്ളത് ഇപ്പം ഞാൻ ചില ദിവസങ്ങളിലൊന്നും ഇരുന്ന് കാണാറില്ല. കാര്യം അത്രയും ഉറക്കമൊഴിയാനൊന്നും വയ്യ. 10:30 വരെ ഞാൻ കൃത്യം കണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ടാണല്ലോ അയ്യപ്പൻ്റെ. അങ്ങനെ എണ്ണ കഴിക്കണോ മക്കളെ? കുട്ടൂസുമോൻ കുളിക്കാൻ എണ്ണ തേക്കാൻ വന്ന. കുട്ടൂസുമോന് പഠിക്കാൻ പോകണം, ട്യൂഷനുണ്ട്. ആദ്യം ഒന്നൊക്കെ കുണുങ്ങി നോക്കി പഠിക്കാൻ പോകണ്ട എന്നൊക്കെ പറഞ്ഞ്. കാര്യം ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായല്ലോ. എന്നും പഠിക്കാൻ പോകാതെയൊക്കെ ഇരുന്നാൽ, ഒന്നാമതവൻ താമസിച്ചാണ് അവരെ പഠിക്കാൻ കൊണ്ടാക്കുന്ന സമയമായിരുന്നു കൊറോണ. അപ്പോൾ അങ്കൻവാടിയിൽ പോലും ക്ലാസ് ഇല്ലാതെയൊക്കെ ആയതുകൊണ്ട് അവരെ താമസിച്ചാണല്ലോ അങ്കൻവാടിയിലൊക്കെ കൊണ്ടാക്കിയത്. അതുകൊണ്ട് അവരിപ്പം 1-ലാവേണ്ട സമയമാണ്. ഇപ്പം UKG അയക്കുന്നത്. 1-ാം ക്ലാസ്സിലാവേണ്ട പ്രായമാണ്. മോൻ്റെ കുഞ്ഞ് കറക്റ്റ് ഇതായിട്ട് പോകുന്നുണ്ട്. മോൻ്റെ കുഞ്ഞ് അവൻ്റെ 1.25 വയസ്സിൻ്റെ എളുപ്പമുണ്ട്. അവനും UKG. ഇവനിപ്പം മെയ് 15 ആയപ്പോൾ 6 വയസ്സായി. അവൻ UKG ആണ്. മോൻ്റെ കൊച്ചിന് ആഗസ്റ്റ് 15 അല്ല, ഇവനിപ്പം മെയ് 15 ആയപ്പം 6 വയസ്സ്. മോന് ആഗസ്റ്റ് 15 ആയപ്പോഴത്തേക്ക് 5 വയസ്സ് തുടങ്ങി. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം പ്രസവിച്ചതാണ് എൻ്റെ മോൻ്റെ കുഞ്ഞിനെ. അതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ഇതുണ്ട് എൻ്റെ ആദിക്കുട്ടന്. അപ്പം നമുക്ക് മീൻകറി അടുപ്പിൽ വെച്ചാലോ? സൗദി പൗരനാണ് എൻ്റെ മോൻ. സൗദിയിലാണ് എൻ്റെ മോൻ്റെ കുഞ്ഞ് ജനിച്ചത്. സൗദി പൗരനാണ്. മീൻകറി ഇന്ന് ഞാനൊരു നല്ല അടിപൊളി മീൻകറിയാണ് വയ്ക്കാൻ പോകുന്നത്. ഓരോ ദിവസവും ഞാൻ ഒരു വെറൈറ്റി മീൻകറികളാണ് വയ്ക്കുന്നത്. അത് നിങ്ങൾ വെച്ചിട്ട് ഞാൻ പറയുന്നത് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കാൻ നിങ്ങൾക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാര്യം ഞാനിടുന്ന മീൻകറികളൊന്നും മോശമാവാൻ ഉള്ളൊരിതില്ല. മോശമാകുന്നു എങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. ചേച്ചി അല്ലെങ്കിൽ ആൻറ്റി അല്ലെങ്കിൽ അമ്മേ, നിങ്ങളിട്ട ഇത് വളരെ മോശമായിരുന്നു എന്ന് ഇടുക. എനിക്കതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. ഞാനത് തിരിച്ച് നിങ്ങൾക്ക് തന്നെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എണ്ണ ചൂടായി, ഞാൻ കടുക് ഇട്ടു. അതിനോടൊപ്പം തന്നെ ഉലുവയും കൂടി ഇട്ടു. ഇനി ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തക്കാളിക്ക ഇത്രയും ഞാനങ്ങിട്ടു. അതിനോടൊപ്പം തന്നെ ഞാൻ ആവശ്യമായ ഉപ്പ് കൂടി അങ്ങിട്ടു. അതൊന്ന് വരണ്ട് ഇതായി വരട്ടെ. നല്ലപോലെ ഇതായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ പൊടി ഐറ്റങ്ങളൊക്കെ ചേർക്കാം. ഇത് സാദാ മുളക് പൊടിയാണ്. ഒരു കരണ്ടിയും ശകലം കൂടി ഇടുന്നത്. ഇത്
കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡറാണ്. വരും നോക്കണേ. അച്ചാച്ചനോട് പറഞ്ഞ ഒത്തിരി കണ്ടിട്ട് വരാം. അമ്മാമ മീൻകറി വയ്ക്കല്ലേ? കുളിച്ചില്ലേ? അച്ചാച്ചനോട് പറ. മല്ലിപ്പൊടി ഇട്ടു. ഇനി മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രം, അരക്കരണ്ടി മല്ലിപ്പൊടി ഇട്ടു. ഇനി ഈ പൊടി നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ നമുക്കൊന്ന് വരട്ടിയെടുത്താലോ. നല്ലതുപോലെ ഈ എണ്ണയിൽ കിടന്നൊന്ന് വരട്ടിയെടുക്കണം. ുമ്പോൾ നമ്മൾ ആവശ്യത്തിന് നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ളവും അതും കൂടി ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. ഈ മീൻകറി നിങ്ങൾ വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. ഇത് ഇത്രയും നല്ല ഒരു പ്രധാനപ്പെട്ട വീഡിയോ, നല്ലൊരു മീൻകറിയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത്. ഞാൻ വെച്ച് നോക്കി, ഇത് നല്ല ഒരു ഞാനൊരു സ്ഥലത്ത് പോയി കഴിച്ച ഒരു മീൻ കറിയാണിത്. അത്രയും എനിക്ക് നല്ല ടേസ്റ്റെന്ന് തോന്നിയത് കൊണ്ട് നിങ്ങൾക്ക് കൂടി ഞാൻ ഈ മീൻ കറി വെച്ച് അതിൻ്റെ ഞാൻ പാചകവും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഒരിക്കൽ വെച്ചു. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കൂടി നിങ്ങളെ മുമ്പ് കൂടി ഇത് പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വെച്ച് കാണിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ഒരു വീഡിയോയാണ്. നല്ല മീൻ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പം നമുക്ക് മീൻ ഇത്രയും പെരുമഴ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഞാനിപ്പോൾ കിട്ടുന്ന മീനിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം മീൻ അതിനനുസരിച്ച മീൻ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. നല്ല മീനാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല ഒരു മീനാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇപ്പം ഈ പെരുമഴയത്ത് നമുക്ക് വിചാരിക്കുന്ന മീനൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന മീനിട്ട് നമുക്ക് ഇത് ഈ സമയത്ത് നമുക്ക് മീൻ കിട്ടുന്നല്ലോ, അത് തന്നെ കാര്യം. നമുക്ക് ആവശ്യമായ ഇത് ഒരു ശകലം, ഒരു കരണ്ടി, ഇത് വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതി. ഒരു കരണ്ടി എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ ചേർക്കാറുള്ള അത്ര ചേർത്തിട്ടില്ല. ഇത് വെറും ഒരു കരണ്ടി എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ കരണ്ടിയിൽ ചേരുന്ന കണക്കല്ല, ഒരു സ്പൂൺ തേങ്ങ ചേർത്താൽ മതി. അത് ഇവിടെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും മോനും കൂടിയൊക്കെ തിന്നാനും, അല്ലാതെ ഈ അങ്ങനെയുള്ളൊരിതിൽ വെച്ച് കഴിക്കത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അണ്ണനുമൊക്കെ ഭയങ്കര അത്ര ഇതല്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. നമുക്ക് മീൻ എത്രയാണ് കറി വേവാൻ വെള്ളം ആവശ്യമെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർക്കുക. കണ്ടോ? ഇപ്പം ഞാനിതിൽ ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറും സാദാ മുളക് പൊടിയും ഒരു അരക്കരണ്ടിയല്ല, നമ്മുടെ കുഞ്ഞ് പ്ലാസ്റ്റിക് കരണ്ടിക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടിയെ ചേർത്തിട്ടുള്ളൂ. അപ്പം ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ മീനിട്ട് കൊടുക്കാം. അപ്പം ആ സമയത്തിന് നമുക്ക് വേറെ ഒരു സാധനം കൂടി വയ്ക്കാനുണ്ട്. അതുകൂടി നമുക്കങ്ങ് വെച്ചാലോ. ഇതാണ് നമ്മുടെ സൂപ്പർ ഇന്നത്തെ കറിയിലിടാനുള്ള നല്ല സൂപ്പർ മീൻ. ഇത് കണ്ടോ, പുലിയൊക്കെ വിരിച്ച് നല്ല സൂപ്പറാക്കി കൊണ്ടുവച്ചിരിക്കുകയാണ്. നമുക്ക് കറി തിളയ്ക്കുമ്പോൾ ഇടാം. അപ്പോൾ ഇനി ഞാൻ തീ പറ്റിക്കാൻ പോകുന്നത് നമുക്കൊത്തിരി
മോര് കറി പുളിശ്ശേരി വയ്ക്കാനായിട്ടാണ്. അടുപ്പിലേക്ക് വെച്ചു. നമുക്ക് കറി തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മീൻ അടുപ്പിലേക്കിടാം, കറിയിലേക്കിടാം. കുട്ടൂസുമാനെ മോനെ മുട്ട അവിച്ച് വെച്ചേക്കുന്നു. അമ്മ പറഞ്ഞിട്ട് പോയതാണ്. മുഖത്തിരി കടുക് വറുക്കാനായിട്ടൊരു ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ശകലം എണ്ണ ഒഴിച്ചു. അപ്പം നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. 2 ഉലുവ ഇട്ടാൽ മോര് കറിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നല്ലൊരു കിട്ടും, നല്ലതാണ്. അപ്പം നമ്മുടെ ഈ ഗ്യാസ് ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് നമ്മുടെ മീൻ കറിയിലേക്ക് നമുക്ക് മീൻ ആദ്യം ഒന്ന് പറക്കിയിടാം. നമ്മുടെ മീൻ കറി നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഞാനതിലേക്ക് മീൻ പറക്കിയിടുകയാണ്. അപ്പം നമ്മുടെ മീനിലേക്ക് നമ്മൾ കറിയിലേക്ക് മീനെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നല്ലതുപോലെ ഒന്ന് വെന്ത് പറ്റി വരട്ടെ. നമുക്ക് അടച്ചിടാം. വീണ്ടും നമ്മുടെ മോര് കറി വയ്ക്കാനുള്ള ഇതിലേക്ക് നോക്കാം. അപ്പോൾ കടുക് നല്ലപോലെ പൊട്ടി. ഉള്ളി, ഇതിലേക്ക് തക്കാളി അരിഞ്ഞിട്ട് വെച്ച് നമുക്ക് ഇതിലേക്ക് ഈ
കലക്കി വെച്ചിരിക്കുന്ന തൈരും അരപ്പും കൂടി അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ മോര് കറി റെഡിയായി, പുളിശ്ശേരി റെഡിയായി. ഉണ്ടോ? ഇന്നത്തെ നമ്മുടെ ഊണ് ചോറും പയറും ക്യാരറ്റും കൂടി തോരൻ വെച്ചതും പുളിശ്ശേരി മീൻകറിയുമാണ്. മീൻകറി റെഡിയാവട്ടെ. കൂടെ ഉപ്പിട്ട് കൊടുക്കാം. കറി വയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പില്ലെങ്കിൽ ചോറിൽ ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കാണില്ല. അപ്പം കറിക്ക് ഉപ്പ്, നല്ല ഉപ്പ് വേണം. നമ്മളെ അടുക്കളയിലെ പരിപാടിയൊക്കെ തീർന്നു, ജോലിയൊക്കെ ഒരുവിധം തീർന്നു, പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. മഴ ഇങ്ങനെ തോരും പെയ്യും ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ മീൻ കറിയും കൂടി നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ എങ്ങനെയായെന്ന്. കണ്ടോ? സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ല പാകത്തിനായിട്ടുണ്ട്. കണ്ടോ? ഇതാണ് നല്ല സൂപ്പർ മീൻ കറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ, ഉപ്പൊക്കെ നല്ല കറക്റ്റായി നിൽക്കുകയാണ്. അപ്പം നമുക്കിനി ഈ മീൻ കറി ഓഫ് ചെയ്താലോ? നിങ്ങൾ ഈ മീൻ കറി വെച്ച് നോക്കാൻ മറക്കരുത്. നല്ല ഒരു മീൻ കറിയാണ്. ഞാൻ പറഞ്ഞത് കണക്ക് ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വേണം നിങ്ങൾ മീൻ കറി വയ്ക്കാൻ. വെച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെ തന്നെയായിരുന്നു. ഇനി പാത്രമൊക്കെ എല്ലാം തേച്ച് കമത്തി ജോലികളൊക്കെ എല്ലാം ഇതാക്കി എല്ലാം തേച്ച് റെഡിയാക്കി കൊണ്ടുവന്ന് എല്ലാം വെച്ചു. കണ്ടോ? എല്ലാം റെഡിയാക്കി ബാക്കി എല്ലാ പാത്രവും തേച്ച് ഇതിൻ്റെ അടിയിൽ അങ്ങ് വയ്ക്കും. കണ്ടോ? ബാക്കി നമ്മൾ ചോറൊക്കെ എല്ലാം വേവിച്ച് ഇവിടെയാണ് വയ്ക്കുന്നത്. ഈ ചോറ്, തോരൻ, മോര് കറി, പിന്നെ നമ്മുടെ മീൻ കറി. ഇത്രയുമാണ്. രാവിലെ ദോശയും ചമ്മന്തിക്കറിയുമായിരുന്നു. പിന്നെ നമ്മുടെ അലമാരയിലെ മറ്റുള്ള സാധനങ്ങളാണ്. കണ്ടോ? നമുക്കൊരു ചെറിയൊരു സ്റ്റോർ റൂം പോലെ കെട്ടാനായിട്ട് നമുക്കുള്ള സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് നമുക്കിങ്ങനെ കെട്ടാനായിട്ട് മാത്രമേ ഉള്ളൊരു സ്ഥലമുള്ളായിരുന്നു. പിന്നെ നമുക്കിതിൻ്റെ മണ്ടയിൽ പാത്രങ്ങളൊക്കെ പുറക്കി വയ്ക്കാനും വലിയ കലവും ചരവും എല്ലാം അതിൻ്റെ മണ്ടയിലായിട്ട് പുറക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. പിന്നെ
നമ്മളെ കിച്ചൺ മോഡലാർ കിച്ചൺ ഓൻ പോയിട്ട് ഇതുവരെ കത്തിച്ചിട്ടില്ല. കാര്യം കത്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എന്നും തുടച്ച് വൃത്തിയാക്കി വയ്ക്കും. ഇത് കണ്ടോ, എല്ലാം തുടച്ച് വൃത്തിയാക്കിയൊക്കെ വയ്ക്കുന്നുണ്ട്. ഇത് വാഷ് ബേസിൻ്റെ അവിടെ ഇരുന്ന ചെടിയാണ്. അത് ചെറിയ ഒരു ഇവിടെ ഒരു ചെറിയ ഒരു ഇതുപോലെ തോന്നി. അങ്ങനെ ഒന്ന് ഇവിടോട്ടൊന്ന് മാറ്റി വെച്ചതാണ്. മാറ്റി വെച്ചിട്ട് ഇതങ്ങ് കഴിഞ്ഞിട്ട് അങ്ങടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, സൂപ്പറല്ലേ? പൂക്കളൊക്കെ സൂപ്പറല്ലേ? വേണ്ടേ? സാധനങ്ങളെല്ലാം അതിനകത്ത് എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. ഇതിനകത്ത് പല സൈസിലുള്ള കപ്പുകളും ഇതെല്ലാം ഒരാൾക്ക് ചായ ഒന്ന് അല്ലെങ്കിൽ ഇത് മൂടി കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ ഇതിനുള്ള ഇതെല്ലാം പല സെക്ഷനിലുള്ള പാത്രങ്ങളും ഇതെല്ലാം ഇരിപ്പുണ്ട്. എല്ലാം ഇരിപ്പുണ്ട്. കണ്ടോ, കരണ്ടിയും നമ്മുടെ കത്രിക, സ്പൂണുകൾ, അങ്ങനെയുള്ള മറ്റുള്ള സാധനങ്ങളെല്ലാമാണ്. ഇതൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യങ്ങളില്ലാത്തതുകൊണ്ട് ഒന്നും എടുപ്പില്ല. ഓക്കെ, മോനൊക്കെ നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഇതൊന്നും എടുപ്പില്ല. നമുക്ക് ആവശ്യം പോലെ പാത്രങ്ങളുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് അവിടെ ഇരുന്നതും കൂടി ഇങ്ങോട്ടുണ്ടെന്ന് വെച്ചിട്ടേ ഉള്ളൂ. ഉണ്ടോ പ്ലേറ്റൊക്കെ? ഇതൊക്കെ നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴെങ്ങനെ എടുക്കേണ്ട ആവശ്യങ്ങളേ ഉള്ളൂ. അല്ലാതെ തന്നെ മരുമോൾ കൊണ്ടുവന്ന പ്ലേറ്റുകൾ ആണ് നമുക്ക് അടുക്കളയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഉണ്ടോ, ഇതെല്ലാം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. കണ്ടോ, എല്ലാം എല്ലാത്തിലും സാധനങ്ങൾ നിറഞ്ഞിരിപ്പുണ്ട്. ഒക്കെ തന്നെയാണ്. ടാപ്പ് അത് നമുക്ക് മലക്കറി, പച്ചക്കറി വല്ലതും ഇട്ട് ഇതിലിട്ട് കഴുകണമെന്നുണ്ടെങ്കിൽ പച്ചക്കറി ഇതിലിട്ടിട്ട് കഴുകാം. അല്ലാതെ തിരിച്ച് തുറക്കുമ്പോൾ ഈ ടാപ്പിൽ വെള്ളം വരും. കേട്ടോ, ഓരോ കണ്ടുപിടുത്തങ്ങളും തന്നെയല്ലേ. അത് നേരെ തുറക്കുമ്പോൾ അതങ്ങ് അടയും. പിന്നെ ഇത് തുറക്കുമ്പോൾ ഇത് അങ്ങനെ വെള്ളം വരും. കണ്ടോ, ഒറ്റ ടാപ്പ്. ഇതൊക്കെ ഒരേ അത് കഴിവുന്നതിനും എടുക്കുന്നതിനൊക്കെ ഉള്ളവർ അതല്ലാതെ വെച്ച് കഴുകുന്നതിനുള്ള എനിക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും ഇതൊന്നും എനിക്കത്ര അറിയത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരേ ഐറ്റങ്ങളാണ്. ഇത് നല്ല 2 ലൈറ്റാണ്. നല്ല സൂപ്പർ 2 ലൈറ്റ്. അച്ചാച്ചനും മോനും കൂടെ ഇരിക്കുന്നു. ഉണ്ടോ, അച്ഛന് ഭയങ്കര അലർജിയാണ് കേട്ടോ വീഡിയോ പിടിക്കുന്ന ഒരു കാര്യം. എല്ലാ വീട്ടിലും ആണുങ്ങളെല്ലാത്തിനും സപ്പോർട്ടാണ്. ഇത് എല്ലാ കാര്യത്തിനും നമുക്കൊരു കാര്യത്തിന് നമ്മുടെ വീട്ടിലെ ആണുങ്ങൾ അങ്ങനെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിലല്ലേ അതിന് ഏറ്റവും നല്ലൊരു ഇത് വരുള്ളൂ. ഉടനെ എന്തെങ്കിലും ഒരു ഇടം പ്രതി പറഞ്ഞ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പോലും തോന്നില്ല. അങ്ങനെയാണ്. ബാക്കിയെല്ലാം ഇതാണ്. പക്ഷേ എന്ത് ചെയ്യാം, അങ്ങനെയായിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സൂപ്പർ മീൻകറി അടിപൊളി റെഡി ആയിട്ടുണ്ട്. ഇതേ വേണ്ടോ, മോള് പഠിക്കാൻ പോയിട്ട് വന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം
ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ മുകളിലായിട്ട് ഒരു വരിയായിട്ട് നമുക്ക് എടുക്കാം. എന്നും ഡെയിലി എടുക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വേണം. അപ്പം ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ അന്നത്തെ രീതി ഉണ്ടല്ലോ, അതാണ് സപ്പോർട്ട് ചെയ്യുന്നതിന്. ആണുങ്ങളൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കൊരു അണ്ണന് വേറെ കുഴപ്പമൊന്നുമില്ല. അണ്ണനെ കൊണ്ട് കാണിക്കുമ്പോൾ എന്തെങ്കിലും അവിടെ നിന്നൊരു നെഗറ്റീവ് പറയും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിയാൻ തോന്നില്ല. അതൊക്കെയാണ് നമ്മുടെ വിഷമങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നത് വരെ ടാറ്റാ, ബൈ. കൊച്ചിനെ കാണിച്ചപ്പോഴേ